വെറും 20 രൂപ പ്രതിവർഷം നൽകുകയാണെങ്കിൽ 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവർ നേടാൻ സാധിക്കും, അതും സർക്കാർ പിന്തുണയോടുകൂടെ. ജീവിതത്തിൽ എപ്പോഴാണ് നമുക്ക് അപകടങ്ങൾ സംഭവിക്കുന്നതെന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ സാധിക്കില്ല. ഇൻ കേസ് നമ്മൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്കൊരു ഇൻഷുറൻസ് ആവശ്യമാണ്. സാധാരണ രീതിയിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ വലിയ തുക നൽകേണ്ടി വരും, അതുപോലെ തന്നെ ഒരു ഗ്യാരണ്ടിയും ഇല്ല. പക്ഷേ ഇവിടെ പൂർണ്ണമായും സർക്കാർ പിന്തുണയോടുകൂടെ പ്രതിവർഷം വെറും 20 രൂപ നൽകി ഇന്ത്യയിലെ സാധാരണക്കാർക്കും എടുക്കാൻ സാധിക്കുന്ന ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ പദ്ധതിയുടെ പേര് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന. ഈ പദ്ധതിയിലൂടെ എങ്ങനെ നമുക്ക് ഇൻഷുറൻസ് നേടാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. 2015 കേന്ദ്ര സർക്കാരാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്കും ഇൻഷുറൻസ് നേടിക്കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. സാധാരണ രീതിയിൽ നമ്മൾ ഒരു ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഭീമമായ തുക ഇയർലി അല്ലെങ്കിൽ മന്ത്ലി നമ്മൾ നൽകേണ്ടി വരും. പക്ഷേ ഇവിടെ സാധാരണക്കാർക്കും കൂലിപ്പണി ചെയ്യുന്നവർക്കും വളരെ സുലഭമായി എടുക്കാൻ കഴിയുന്ന ഒരു ഇൻഷുറൻസ് സ്കീമാണ് കേന്ദ്ര സർക്കാർ നമുക്ക് നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന. പ്രതിവർഷം വെറും 20 രൂപ നൽകിയാൽ മതിയാകും. 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവർ നമുക്ക് നേടാൻ സാധിക്കും. ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം അപകടങ്ങൾ മൂലം നമുക്ക് മരണം സംഭവിക്കുകയോ അതുമല്ലെങ്കിൽ അപകടത്തിലൂടെ വലിയ രീതിയിലുള്ള വൈകല്യങ്ങൾ സംഭവിക്കുകയോ ചെയ്താൽ നമുക്ക് 2 ലക്ഷം രൂപ നൽകി സംരക്ഷണം നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു പദ്ധതിയിൽ പങ്കുചേരാവുന്നതാണ്. നിങ്ങൾക്ക് സ്വന്തമായി ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ആ ഒരു ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടാകണം. നിങ്ങൾ ഏത് ബാങ്ക് അക്കൗണ്ടിലാണോ രജിസ്റ്റർ ചെയ്യുന്നത് ആ ഒരു അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് സൗകര്യങ്ങൾ സുലഭമാക്കുക. ഈ ഒരു പദ്ധതിയിൽ ചേരുക എന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ അടുത്തുള്ള ബാങ്കിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലോ ഡയറക്റ്റായി നിങ്ങൾക്ക് ചെന്ന് ഈ ഒരു ഇൻഷുറൻസ് സ്കീമിൽ നിങ്ങൾക്ക് പങ്കുചേരാവുന്നതാണ്. ഈ ഒരു പദ്ധതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് കുറഞ്ഞ പ്രീമിയത്തിൽ കൂടുതൽ സേവനങ്ങൾ നമുക്ക് നേടാൻ സാധിക്കും. അപ്പോൾ എത്ര രൂപയാണ് പ്രീമിയം നൽകേണ്ടത്, എന്തൊക്കെ സേവനങ്ങളാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് നമുക്കിനി നോക്കാം. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, പ്രതിവർഷം വെറും 20 രൂപയാണ് നിങ്ങൾ പ്രീമിയം എമൗണ്ട് ആയി നൽകേണ്ടത്. ഇത്തരത്തിൽ നിങ്ങൾ പ്രതിവർഷം 20 രൂപ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, അപകടത്തിൽ ഒരുപക്ഷെ നിങ്ങൾ മരിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസും, പൂർണ്ണമായി വൈകല്യം സംഭവിക്കുകയാണെങ്കിൽ 2 ലക്ഷം രൂപയും, ഭാഗികമായി വൈകല്യം സംഭവിക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപയും നിങ്ങൾക്ക് നേടാൻ സാധിക്കും. നിങ്ങൾ ഈ ഒരു പദ്ധതിയിൽ ചേരുകയാണെങ്കിൽ പ്രതിവർഷം 20 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി ഡെബിറ്റ് ആവുകയും ചെയ്യുന്നു. ഈ ഒരു ഇൻഷുറൻസിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷമാണ് ഇതിന്റെ ഒരു കാലാവധിയായി പറയുന്നത്, അതായത് ജൂൺ 1 മുതൽ മെയ് 31 വരെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം എല്ലാ വർഷവും നേടണമെന്നുണ്ടെങ്കിൽ ഓരോ വർഷവും 20 രൂപ നൽകേണ്ടി വരും. സാധാരണയായി നിങ്ങൾ രജിസ്റ്റർ ചെയ്തത് ഏത് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണോ ആ ഒരു അക്കൗണ്ടിൽ നിന്ന് 20 രൂപ ഓട്ടോമാറ്റിക്കായി ഡെബിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ അക്കൗണ്ടിൽ 20 രൂപ ഇല്ലെങ്കിൽ ഈ ഒരു അക്കൗണ്ട് നമുക്ക് പുതുക്കാൻ സാധിക്കില്ല. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, പക്ഷേ അപകടങ്ങൾ ഉണ്ടായാലും നമ്മളുടെ കുടുംബത്തിനെ എങ്ങനെ സംരക്ഷിക്കാം എന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആർക്കും ജീവിതത്തിൽ ഒരു അപകടവും ഉണ്ടാകാതിരിക്കട്ടെ. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ എങ്ങനെയാണ് ഈ ഒരു പണം നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു തുക ക്ലെയിം ചെയ്യാൻ ഞാൻ ഈ പറയാൻ പോകുന്ന ഡോക്യുമെന്റ്സ് നമുക്ക് ആവശ്യമാണ്. ഈ ഒരു ക്ലെയിം നേടുന്നതിനായി നമുക്ക് ഒരു അപേക്ഷാ ഫോം ആവശ്യമുണ്ട്. ഈ ഒരു അപേക്ഷാ ഫോം ലഭിക്കുന്നതിനായി നമ്മൾ ബാങ്കിനെയോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിനെയോ സമീപിക്കാവുന്നതാണ്. നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റും സമർപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് മാത്രമല്ല നിങ്ങളുടെ ആധാർ കാർഡ്, ബാങ്കിന്റെ പാസ്ബുക്ക്, അത് മാത്രമല്ല നിങ്ങൾ ഈ ഒരു ഇൻഷുറൻസ് എടുത്തപ്പോൾ നോമിനിയായി ആരുടെ ഡീറ്റെയിൽസ് ആണ് നൽകിയത് അവരുടെ വിവരങ്ങളും ഈ ഒരു ക്ലെയിം ലഭിക്കുന്നതിനായി സമർപ്പിക്കേണ്ടതുണ്ട്. അപകടം സംഭവിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഒരു രേഖകൾ സമർപ്പിക്കേണ്ടത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ 30 ദിവസത്തിനുള്ളിൽ ഈ ഒരു രേഖകൾ സമർപ്പിക്കുകയാണെങ്കിൽ ബാങ്ക് അതത് ഇൻഷുറൻസ് കമ്പനികൾക്ക് ഈ രേഖകൾ സമർപ്പിക്കുകയും 1 മാസത്തിനുള്ളിൽ ക്ലെയിം തുക നിങ്ങൾക്ക് നേടാനും സാധിക്കും. ഇനി നമുക്ക് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഈ ഒരു ക്ലെയിം നമുക്ക് ലഭിക്കാതെ പോകുന്നതെന്ന് നോക്കാം.
അതിനു മുന്നോടിയായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഇൻഷുറൻസിനെ കുറിച്ചാണ്. അതായത് വർഷം 20 രൂപ നൽകിയാൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ നേടാൻ സാധിക്കും. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വെറും 2 ലക്ഷം രൂപ മാത്രം മതിയായി വരില്ല. നമ്മളുടെ ബേസിക് നീഡ്സിനായി ഈ ഒരു 2 ലക്ഷം രൂപ ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു വലിയ തുക ഇൻഷുറൻസ് ആയി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. അതാണ് പോളിസി ബസാർ. ഇത്തരത്തിൽ വലിയ തുക നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഇൻഷുറൻസ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോളിസി ബസാർ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നിങ്ങൾക്ക് 51-ലധികം ഇൻഷുറൻസ് കമ്പനികളെ ഈ ഒരു ഒറ്റ ആപ്പിലൂടെ താരതമ്യം ചെയ്യാൻ സാധിക്കും. വെറും 600 രൂപ മുതൽ 700 രൂപ വരെ പ്രതിമാസം നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപയുടെ ടേം ഇൻഷുറൻസ് നേടാൻ സാധിക്കും. അതുമാത്രമല്ല 15% ഡിസ്കൗണ്ടും നിങ്ങൾക്ക് നേടാൻ സാധിക്കും. പ്രതിമാസം വെറും 400 രൂപ മുതൽ 500 രൂപ വരെ നൽകുകയാണെങ്കിൽ 1 കോടി രൂപ വരെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കവറും നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഓൺലൈനായി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 25% ഡിസ്കൗണ്ട് നേടാൻ സാധിക്കും. വെറും അരമണിക്കൂറിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുമാത്രമല്ല നിങ്ങളുടെ ഫാമിലി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഷുറൻസ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കാരണം നിങ്ങളുടെ മെറ്റേണിറ്റി എക്സ്പെൻസും ഈ ഒരു ഇൻഷുറൻസിലൂടെ കവർ ആകുന്നു. പാരന്റൽ ചെക്കപ്പ്, ഡെലിവറി, പോസ്റ്റ് നാറ്റൽ ചെക്കപ്പ് എന്നിവയെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതുമാത്രമല്ല 50,000 രൂപയുടെ മെറ്റേണിറ്റി ബെനിഫിറ്റും നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അതും 6 മന്ത് ഓഫ് പ്രഗ്നൻസി പീരീഡിലും. നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടേം ഇൻഷുറൻസ് നിങ്ങൾക്ക് വളരെ മികച്ച ബെനിഫിറ്റ്സ് ആണ് നൽകുന്നത്. നിങ്ങൾ ഈ ഒരു ടേം ഇൻഷുറൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 50-ൽ പരം ഇൻഷുറൻസുകളെ താരതമ്യം ചെയ്യാനും നിങ്ങൾക്ക് അനുയോജ്യമായത് ചൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ മറക്കണ്ട, ഇന്ന് തന്നെ പോളിസി ബസാറിലൂടെ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കൂ. ഇനി നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് തിരികെ വരാം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയിലൂടെ ആ ഒരു ക്ലെയിം കിട്ടാതെ പോകുന്നത്? മദ്യലഹരിയിലൂടെയോ അല്ലെങ്കിൽ മയക്കുമരുന്നോ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ ഈ ഒരു തുക നിങ്ങൾക്ക് നേടാൻ സാധിക്കില്ല. അതുപോലെ തന്നെ സാധാരണമായി തോന്നുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മരണം സംഭവിക്കുകയാണെങ്കിലും ഈ ഒരു ക്ലെയിം ലഭിക്കുകയില്ല. യുദ്ധം, കലാപം, തീവ്രവാദം എന്നിവയിലൂടെ മരണം സംഭവിച്ചാലും ഈ ഒരു ക്ലെയിം നേടാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഇൻഷുറൻസിലൂടെ നമുക്ക് ക്ലെയിം ലഭിക്കാതെ പോകുന്നത്. അപ്പോൾ നമുക്കിനി എന്തൊക്കെയാണ് ഈ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഒരു പ്ലാനിനെ കുറിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൂടുതലായി അറിയില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം സാധാരണക്കാർക്ക് വരെ 20 രൂപ ഒരു വലിയ തുകയല്ല, നമുക്കൊരു ചായ വാങ്ങാനുള്ള കാശേ ഉള്ളൂ. വർഷം 20 രൂപ നൽകുകയാണെങ്കിൽ 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ഏത് സാധാരണക്കാർക്കും എടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അവർക്ക് പറഞ്ഞു കൊടുക്കുക, ആ ഒരു ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ് എന്താണെന്നും നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആ ഒരു ഓട്ടോ ഡെബിറ്റ് ആ ഒരു ഓപ്ഷൻ എനേബിൾ ആയി വെക്കുക. കാരണം ഓരോ വർഷവും 20 രൂപ ഡെബിറ്റ് ആയാലേ ഈ ഒരു അക്കൗണ്ട് നമുക്ക് പുതുക്കിക്കൊണ്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ അക്കൗണ്ടിൽ 20 രൂപ ഇല്ലെങ്കിൽ അത് നമുക്ക് റിന്യൂ ചെയ്യാൻ സാധിക്കുകയില്ല. ഇൻ കേസ് നമുക്ക് ക്ലെയിം ചെയ്യേണ്ട സാഹചര്യം വന്നാൽ ആ ഒരു അപകടം സംഭവിച്ച് 30 ദിവസത്തിനുള്ളിൽ നമ്മളുടെ ഡോക്യുമെന്റ്സ് എല്ലാം കൃത്യമായി സമർപ്പിക്കാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വീഡിയോയിലൂടെ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയെ കുറിച്ചാണ് പറഞ്ഞത്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരം എല്ലാം ഈ ഒരു വീഡിയോ മുഴുവനായി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. കാരണം ഇത് എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. Bosswala. Be the boss.